നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ സ്ഥലത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കരങ്ങളടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. കരങ്ങളടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. കരമുയർത്തി അടിച്ച് ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. കർത്താവേ, അങ്ങേ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഉത്തരമുണ്ട്, ഞങ്ങളുടെ വേദനകൾക്ക് പരിഹാരമുണ്ട്, ഞങ്ങളുടെ കണ്ണുനീരുകൾ അങ്ങ് തുടച്ചു മാറ്റും, ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് അങ്ങ് ഉത്തരം നൽകും. അങ്ങേ ആരാധിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. സർവശക്തനായ ദൈവമേ, അങ്ങേ പരിശുദ്ധ സാന്നിധ്യത്തിൽ, ആ പരിശുദ്ധ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ മക്കളായ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ആരാധനയ്ക്ക് ഏറ്റവും യോഗ്യനായ ദൈവമേ, കരുണാമയനായ കർത്താവേ, അങ്ങ് കരുണയോടെ ഞങ്ങളെ കാണണമേ. വഴിതെറ്റിപ്പോയ ഞങ്ങളെ, സങ്കടപ്പെട്ടു പോയ ഞങ്ങളെ, സഹായിക്കാൻ ആരുമില്ലാത്ത ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ. ഈശോയെ, നിന്റെ കരുണ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്വാസം. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ആ സ്നേഹത്തിൻ്റെ ജലവും ആ കരുണയുടെ രക്തവും കർത്താവേ, ഈ സമയം ഈ ആരാധനയിൽ പങ്കുചേരുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് ഒഴുക്കണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് അവിടുത്തെ കരുണയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തിയോടെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുത്തുകൊണ്ട്, എല്ലാ സങ്കടങ്ങളും വേദനകളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അവിടുത്തെ കരുണയ്ക്കായി ആഗ്രഹിച്ചുകൊണ്ട് ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. കരങ്ങളടിച്ച് ശക്തിയോടെ കരങ്ങളടിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് നന്ദി പറഞ്ഞു. അവിടെ നമ്മെ സ്നേഹിക്കുന്നതിന്, ഈ സഹനങ്ങളിലും വേദനകളിലും നമ്മുടെ കൂടെ നിൽക്കുന്നതിന്, ഈ ഇരുട്ടിൽ പ്രകാശമായിരിക്കുന്നതിന്, പ്രത്യാശ നഷ്ടപ്പെട്ട ഈ സമയത്ത് മുൻപോട്ട് പോകാൻ കൃപ നൽകുന്ന, പ്രകാശം നൽകുന്ന കർത്താവിന് നന്ദി പറഞ്ഞ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ശക്തിയോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. 16-ാം സങ്കീർത്തനം 5-ാം വാക്യം, കർത്താവിന്റെ ഓഹരിയും എന്റെ പാനപാത്രവുമാണ്, അവർണ്ണനീയമായ അളക്കാനാവാത്ത ഒരു ഭാഗതയമാണ് കേട്ടിരിക്കുന്നത്. കർത്താവിന്റെ അടുത്തുണ്ട്. സങ്കീർത്തനം 16:8, കർത്താവിന്റെ മുൻപിലുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, കർത്താവിന്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ, എനിക്കെതിരെ വരുന്ന പീഡനങ്ങളെ, എൻ്റെ ഉള്ളിൽ എനിക്കെതിരെ നിൽക്കുന്ന ചിന്തകളെ, കർത്താവേ, ചുറ്റും ഉള്ള ശത്രുക്കൾ, വേദനകൾ, എന്നെ തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെ എൻ്റെ മുമ്പിൽ വന്നാലും, എന്തൊക്കെ എന്നെ തളർത്തിക്കളഞ്ഞാലും, മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എൻ്റെ മാർഗത്തിൽ ആ തടസ്സങ്ങൾ വെച്ചാലും, കർത്താവേ, തളർത്തിക്കളയുന്ന സാഹചര്യങ്ങൾ, വേദനിപ്പിക്കുന്ന മനുഷ്യർ, കുത്തിനോക്കുന്ന വാക്കുകൾ എന്തൊക്കെ ഉണ്ടായാലും എൻ്റെ കൺമുമ്പിൽ കർത്താവുണ്ട്, എൻ്റെ കൺമുമ്പിൽ കർത്താവുണ്ട്, ഞാൻ കുലുങ്ങുകയില്ല. സങ്കീർത്തനം 46:8, ഞാൻ കർത്താവാണ്, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവ് ശാന്തമാകാൻ പറയുകയാണ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. കർത്താവേ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ തിരുഹൃദയത്തിലെ തിരുമുറിവിൽ കരുണയുടെ ആ വാതിൽ തുറന്നാൽ എനിക്ക് ആശ്വാസമുണ്ട്. അങ്ങേക്കെല്ലാം സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന ഈ വാതിലുകൾ, സുഖപ്പെടാത്ത രോഗങ്ങൾ,
അസ്വസ്ഥപ്പെടുത്തുന്ന ആകുലതകളും ഉത്കണ്ഠകളും കർത്താവെ, എൻ്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ ടെൻഷനുകൾ, നാളെക്കുറിച്ചുള്ള ഭയങ്ങൾ, എൻ്റെ അരക്ഷിതാവസ്ഥ, എൻ്റെ കണ്ണുനീരുകൾ, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, സമൂഹത്തിലെ പ്രശ്നങ്ങൾ, ഈശോയെ ഞാൻ അനുഭവിക്കുന്ന എല്ലാ ആകുലതകൾ, പഴയ കാലത്തെക്കുറിച്ചുള്ള വേദനകൾ, ഇന്നത്തെക്കുറിച്ചുള്ള സങ്കടങ്ങൾ, നാളെക്കുറിച്ചുള്ള ഭയങ്ങൾ, അങ്ങയുടെ മുമ്പിൽ എല്ലാം സാധ്യമാണ്. അത്യുന്നതനായ ദൈവമേ, അങ്ങേക്കെല്ലാം സാധ്യമാണ്. അങ്ങയുടെ ശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ പഠനത്തിൽ, എൻ്റെ കരിയറിൽ, എൻ്റെ ശുശ്രൂഷയിൽ അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളുടെ മുമ്പിലും കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, അത്യുന്നതനായ കർത്താവേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ ആരാധനയുടെ സമയത്ത് ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. നമ്മുടെ ഭവനം, ജോലി, കൃഷിമേഖല, ബിസിനസ് മേഖല, കുടുംബജീവിതം, അസ്വസ്ഥതകൾ, എല്ലാ സങ്കടങ്ങളും, വേദനകളും ഈശോയ്ക്ക് കൊടുക്കുക. കർത്താവേ, കരുണ തോന്നി അങ്ങയുടെ കൃപ എൻ്റെ മേൽ ചൊരിയണമേ. എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ചൊരിയണമേ. എൻ്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ചൊരിയണമേ. കരുണ തോന്നണേ കർത്താവേ, കരുണ തോന്നണേ കർത്താവേ. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങയുടെ കരം ഈ മക്കളുടെ മേലേക്ക് ചൊരിയണമേ. അങ്ങനെ ആശ്രയിച്ച് നിൽക്കുന്ന മക്കളെ കർത്താവേ, അങ്ങയുടെ മുൻപിൽ ആരാധിക്കുന്ന ഈ മക്കളെ അവരുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണമേ. വാതിലുകൾ തുറന്നു കൊടുക്കണമേ കർത്താവേ. അടഞ്ഞു കിടക്കുന്ന എല്ലാ വാതിലുകളെ കർത്താവേ, ഈ ആരാധനയുടെ മണിക്കൂറിൽ ഇവർ പങ്കെടുക്കുന്ന അങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളെ സൗഖ്യമാക്കണമേ. സങ്കടങ്ങളെ മാറ്റിയെടുക്കണമേ ഈശോയെ. അടഞ്ഞു കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ കർത്താവെ അങ്ങ് മാറ്റിയെടുക്കണമേ. വഴിമുട്ടി കിടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങ് വഴി തുറന്നു കൊടുക്കണമേ കർത്താവെ. സ്ഥലത്തിന്റെ മേൽ, ഭവനത്തിന്റെ മേൽ, ബിസിനസ് മേഖലയുടെ മേൽ, ശുശ്രൂഷ മേഖലകളുടെ മേൽ കർത്താവെ, പഠനത്തിന്റെ മേൽ ഏറ്റിരിക്കുന്ന അടഞ്ഞു കിടക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും അങ്ങ് എടുത്തു മാറ്റണമേ ഈശോ. ഇവരുടെ ജീവിതത്തിന്റെ മേൽ സാത്താൻ മുറുക്കിയിട്ടിരിക്കുന്ന മേഖലകൾ, അടച്ചു കൊടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം കർത്താവെ, ഈ സമയം അങ്ങേ പരിശുദ്ധ നാമത്തിൽ അഴിച്ച് ഇല്ലാതാക്കുന്നു. അങ്ങേ കുരിശിൻ ചുവട്ടിലേക്ക് ഇവരുടെ എല്ലാ സങ്കടങ്ങളെ, വേദനകളെ സ്വതന്ത്രമാക്കി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ. സ്വാതന്ത്ര്യം നൽകണമേ, സമാധാനം നൽകണമേ. എല്ലാ കെട്ടുകളും വഴിയട്ടെ, എല്ലാ ബന്ധനങ്ങളും വഴിയട്ടെ. In the powerful name of Jesus, on the authority given by the Holy Catholic Church that is endowed on the priesthood, I bless you and I relieve you from all the pains, all the infirmities, all the struggles in life. ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങളുടെ എല്ലാ വേദനകളെ ആട്ടിപ്പായിക്കുന്നു. അവിടുന്ന് കരുണ ചൊരിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം തരട്ടെ. കുടുംബത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ദാമ്പത്യ ബന്ധങ്ങളിലെ വിള്ളലുകൾ കർത്താവ് മാറ്റിയെടുക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത സങ്കടങ്ങൾ ഈശോ മാറ്റിയെടുക്കട്ടെ. ജോലിയില്ലാത്ത പ്രശ്നത്തിന് മേൽ കർത്താവ് ഈ സമയം ഇടപെടട്ടെ. വിവാഹ തടസ്സത്തിന് മേൽ കർത്താവ് ഈ സമയം ഇടപെടട്ടെ. ഈശോയെ, സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ ഈ മക്കളെല്ലാം ആരാധനയിൽ അവരായിരുന്നു പങ്കെടുക്കുന്ന ഈ സമയം മുഴുവൻ കർത്താവേ, ഈ സമയം അങ്ങ് ഉത്തരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഉറപ്പായും അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങേക്കെല്ലാം സാധ്യമാണ്, അങ്ങേക്കെല്ലാം സാധ്യമാണ്. ശക്തമായിട്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. അഗ്നി തന്ന അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ ബന്ധനങ്ങളെ അകറ്റണമേ, എല്ലാ കെട്ടുകളെ അഴിച്ചു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അഗ്നിയാൽ എല്ലാ മുറിവുകളെ ഉണക്കണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകമായി എന്നിൽ പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ, കാറ്റായി വീശണമേ. കുടുംബങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, യുവതി യുവാക്കളുടെ മേൽ ഈ ആരാധന
ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ ഒരു കാറ്റായി അഗ്നി അഭിഷേകമായി പരിശുദ്ധാത്മാവേ ഈ സമയം അങ്ങ് അലയടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൂന്യതയുടെ മേൽ, ക്രമരാഹിത്യത്തിന്റെ മേൽ, അന്ധകാരത്തിന്റെ മേൽ ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു നിന്നു. കർത്താവേ, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ജോലി മേഖലയിലേക്ക്, എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് അങ്ങയുടെ ചൈതന്യം ഈ സമയം ഇറങ്ങട്ടെ. ഈശോയുടെ വാഗ്ദാനം, പിതാവിന്റെ വാഗ്ദാനം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സമയം നമ്മളിലേക്ക് ഇറങ്ങട്ടെ. കർത്താവിന്റെ കരുണയുമായി പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. കർത്താവിന്റെ കരുണയുമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങുന്നു. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം, കരങ്ങളടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ. ആത്മാവിന്റെ വലിയൊരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥനാ മേഖലകളിൽ, നമ്മുടെ ചിന്തകളിൽ, ശരീരത്തിൽ, മനസ്സിലാത്മാവിൽ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഗ്നി കൊളുത്തി കിട്ടട്ടെ. ചാരം മൂടിക്കിടക്കുന്നതെല്ലാം മാറി പരിശുദ്ധാത്മാവേ എന്നെ ഉണർത്തണമേ, എന്റെ കുടുംബത്തെ ഉണർത്തണമേ, എന്റെ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തുറന്നു കിടക്കണമേ. ജോലി മേഖലയിലെ, പഠനത്തിലെ, കരിയറിലെ, ശുശ്രൂഷയിലെ എല്ലാ അസ്വസ്ഥതകളെ, എല്ലാ മന്ദതകളെ എടുത്തു മാറ്റി ഉണർവ് തരണമേ, ഉണർവ് തരണമേ, ഉന്മേഷം തരണമേ. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ കരങ്ങളടിച്ച് പ്രാർത്ഥിച്ചേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, പ്രാർത്ഥിക്കട്ടെ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ, ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാൻ ഉണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ, ഞാൻ ഉണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. കരങ്ങളുയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടി എല്ലാ പ്രാർത്ഥന ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഒന്നാം ദിവസം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് എല്ലാ പാപികളുടെയും മാനസാന്തരത്തിന് വേണ്ടി, അവരുടെ മേൽ കർത്താവിൻ്റെ കരുണ നിറയുന്നതിന് വേണ്ടി നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതം ഈശോയ്ക്ക് കൊടുക്കാം. പാപം നിറഞ്ഞ നമ്മുടെ ജീവിതം അനുദപിച്ച് കർത്താവിൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ വേണ്ടി ഒരു കൃപ ലഭിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ, നമുക്കറിയാവുന്നവരിൽ, ഈശോയിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, പാപത്തിൻ്റെ പടുകുഴിയിൽ പെട്ടുപോയവർ, ദുശീലങ്ങളുടെ നീർച്ചുഴിയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, അവരെല്ലാം ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് വലിയൊരു മാനസാന്തര അനുഭവത്തിലൂടെ കർത്താവിനെ കണ്ട് കുമ്പസാരിച്ച് ഈശോയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും സമർപ്പിച്ച് ഈ കരുണയുടെ നൊവേന നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഇന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം, മനുഷ്യകുലത്തെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ ഈശോയെ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റുമെന്ന് ഈശോ ഒരു സന്ദേശം ഈ ഒന്നാം ദിവസം നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ. അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കരുണാർത്ഥ ഹൃദയത്തിൽ ഞങ്ങളെല്ലാം സ്വീകരിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങേ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നമുക്ക് ഏറ്റവും ചൊല്ലി പ്രാർത്ഥിക്കാം. നിത്യപിതാവേ,
നിത്യപിതാവേ, ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന മനുഷ്യകുലം മുഴുവനിലും പ്രത്യേകിച്ച് കഠിന പാപികളിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. ഈശോ മിശിഹായുടെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ സർവശക്തിയെ എപ്പോഴും ഏവരും എന്നേക്കും പുകഴ്ത്തട്ടെ. ആമേൻ. കരുണയുടെ ലുത്തിനിയ ചൊല്ലി നമ്മൾ പ്രത്യേകമായിട്ട് ഈശോയുടെ കാരുണ്യത്തിന്റെ വലിപ്പം, മഹാത്മ്യം അറിയാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയാണ്. സാധിക്കുന്നവർ ഈ സമയം മുട്ടിന്മേലായിരിക്കുക. പ്രതിവചനം ഏറ്റുചൊല്ലണം. ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പിതാവിന്റെ മടിയിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മനസ്സിലാവാത്ത മഹാരഹസ്യമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാനുഷികമോ അമാനുഷികവുമായ ബുദ്ധിക്ക് അളക്കാനാവാത്ത ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ ജീവനും സന്തോഷവും പുറപ്പെടുന്ന ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. സ്വർഗത്തേക്കാൾ മഹനീയമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ ഉറവയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. മാംസം ധരിച്ച വചനത്തിലൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്കായി ഉൾക്കൊണ്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ സഭയുടെ സ്ഥാപനത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാമോദീസായിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയിലുള്ള ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ജീവിതം മുഴുവൻ ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. പ്രത്യേകമായി മരണസമയത്ത് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അമർത്യത നൽകി ഞങ്ങളെ ശക്തരാക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഞങ്ങളെ അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. കഠിനപാപികളുടെ മാനസാന്തരത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. മാലാഖമാർക്ക് അത്ഭുതവും വിശുദ്ധർക്ക് അഗ്രാഹ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ എല്ലാ രഹസ്യങ്ങളിലും വെച്ച് ഏറ്റവും ആഴമേറിയ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ സമുദ്ധരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ഉറവിടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്ന് അസ്തിത്വത്തിലേക്ക് ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ കരവേലകളെല്ലാം അതിശയിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ദൈവത്തിന്റെ പ്രവൃത്തികളുടെ എല്ലാം മകുടമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നാം എല്ലാവരും എപ്പോഴും മുഴുകിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് മധുരാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നിരാശ നിറഞ്ഞ ആത്മാക്കളുടെ ഏക പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഭയത്തിന്റെ വേളയിൽ ഹൃദയാശ്വാസമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. വിശുദ്ധാത്മാക്കളുടെ ആനന്ദവും ഹർഷപാരവശ്യവുമായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. എല്ലാ പ്രവൃത്തികൾക്കും പ്രചോദനമേകുന്ന പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യത്തിന്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കരുണയെ പാടിപ്പോകത്താം. നമുക്ക് ഏറ്റുചൊല്ലാം. ദൈവമേ, ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും
അനന്തവും അങ്ങയുടെ ദയ അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ. വറ്റാത്തതുമാണല്ലോ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ദയാപൂർവം ഞങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനം മടുക്കാതെ അങ്ങയുടെ തിരുമനസ്സായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാവട്ടെ. കാരുണ്യത്തിന്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ ഞങ്ങൾക്ക് കാരുണ്യം നൽകട്ടെ. ആമേൻ. ആമേൻ. ഈശോയുടെ കരുണ നിറഞ്ഞ ആശീർവാദം നമ്മൾ ഈ സമയം സ്വീകരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മൾ ഈ ആരാധനയിൽ ഹൃദയം തുറന്ന് നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് പരിശുദ്ധനായ ദൈവം, കരുണാമയനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈശോയുടെ സാന്നിധ്യം, അവിടുത്തെ സ്നേഹവും അവിടുത്തെ ചേർത്ത് പിടിക്കലുമാണ് വെല്ലുവിളികളിലും പരീക്ഷകളിലും തളർന്നു പോകാതെ കുലുങ്ങാതെ മുമ്പോട്ട് പോകാൻ നമുക്ക് ശക്തി നൽകുന്നത്. കർത്താവിൻ്റെ കരുണയെ വാഴ്ത്തിപ്പാടാൻ, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് തയ്യാറെടുക്കണം. ഈശോയുടെ കരുണയിലാണ് നമ്മുടെ മുമ്പിലുള്ള ഇരുട്ടുകൾ മാറ്റപ്പെടുക. അവിടുത്തെ കരുണ നിറഞ്ഞ നോട്ടത്തിലാണ് നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടുക. ആ വലിയ ബോധ്യത്തിൽ നമ്മൾ ഈ സമയം പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക. എൻ്റെ കരുണ നിറഞ്ഞ ഈശോ, ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ ഈശോ ഈ സമയം എന്നെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങളെ, എൻ്റെ ഇല്ലായ്മകളെല്ലാം ഈ സമയം അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവേ, കരുണയോടെ ഈ സമയം അങ്ങനെ നോക്കണമേ. അങ്ങയുടെ കരുണ മാത്രമാണ് എൻ്റെ രക്ഷ. അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ സ്നേഹമില്ലെങ്കിൽ, ആ കരുണക്കടലില്ലെങ്കിൽ ഞാൻ തളർന്നു പോകും, ഞാൻ തോറ്റുപോകും, ഞാൻ വീണു പോകും. ഈശോയെ, അതിനൊന്നും അനുവദിക്കാതെ ഈ സമയം എന്നെ അനുഗ്രഹിക്കുന്ന അങ്ങ് എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ ജോലിയിലേക്കും പഠനത്തിലേക്കും എൻ്റെ ശുശ്രൂഷയിലേക്കും എൻ്റെ പ്രാർത്ഥനകളിലേക്കും എല്ലാം ഈ സമയം ഇറങ്ങി വരണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒരു മനസ്സോടുകൂടി ഒരു സ്വരത്തോടുകൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ. കരുണാമയ കനിയേണമേ.